ഹായ്, ഇറഗുലർ മൈൻഡ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ധർമ്മരാജ സീരീസ് 23-ാമത് അധ്യായം. കഥ പറയുന്നത് സന്തോഷ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് വധിക്കപ്പെട്ട് രാമനാമടത്തിൽ പിള്ളയുടെ പുത്രനായ ചന്ദ്രക്കാരൻ ചിലമ്പിനെത്തെത്തിയപ്പോൾ മന്ത്രകൂടത്തെ വൃദ്ധയും മീനാക്ഷിയും കുപ്പശാരും വിനോദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. യോഗേശ്വരൻ്റെ ഭീഷണിയെ കുപ്പശാർ മറന്നിരിക്കുന്നു. അവർക്ക് അദൃശ്യനായി മറ്റൊരു ലോലശരീരൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. എല്ലാ ദുരിതങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന സാക്ഷാൽ മൃത്യുവായിരുന്നു അത്. മീനാക്ഷി പെട്ടെന്ന് മൗനം പൂണ്ടു. അത് കണ്ട് കുപ്പശാർക്കും ഉത്സാഹം കുറഞ്ഞു. അവളെ ഉത്സാഹവതിയാകുന്നതിന് അവളുടെ വിരഹദുഃഖത്തെ കുപ്പശാർ അഭിനയിച്ചു കാണിച്ചു. വൃദ്ധയ്ക്കും കുപ്പശാരുടെ ആ ഉപായം ഇഷ്ടപ്പെട്ടു. ഓരോന്ന് പറഞ്ഞ് മീനാക്ഷിയെ പ്രകോപിപ്പിച്ച് രസിക്കുന്നതിനിടയിൽ അവൾ അയാളുടെ തലയ്ക്ക് പിടിച്ച് ശക്തിയായി കുലുക്കി. മുറുക്കിയിരുന്ന അയാൾ വിക്കിപ്പോയി. മൂക്കിൽ കൂടി മുറുക്കാൻ തുപ്പൽ തുള്ളി തുള്ളിയായി ഒഴുകി. കൂടെ രക്തത്തുള്ളികളും വരുന്നത് കണ്ട് മീനാക്ഷി നെഞ്ചിലും ശിരസിലും തടവി. ആ നിഷ്കളങ്ക സ്നേഹവായ്പിൽ കുപ്പശാർ തരളിത ചിത്തനായിപ്പോയി. അയാൾ തടവിയെ കൈപിടിച്ച് തൻ്റെ ഒറ്റക്കണ്ണിൽ വെച്ചു. ഗദ്ഗതത്തോടെ അയാൾ അവൾക്ക് ആശംസകൾ നേർന്നു. പെട്ടെന്ന് വിളക്കണഞ്ഞു. ആരും മിണ്ടിയില്ല. വല്ലാത്ത നിശബ്ദത. വൃദ്ധ മീനാക്ഷിയെ ആവരണം ചെയ്ത് പിടിച്ചു. കുപ്പശാരുടെ മനസ്സ് ഉഗ്രശാസകനായ ഹരിപഞ്ചാനന്റെ അരികിലേക്ക് പോയി. ആകാശമെങ്ങും കാർമേഘം നിറഞ്ഞു. കാറ്റും നിലച്ച പോലെയായി. ചിലമ്പിനത്തെ മുതുക്കൻ പട്ടി മോങ്ങിത്തിറങ്ങി. പൂച്ച കാറി നിലവിളിച്ചു. നത്തുകൾ ചിറകടിച്ച് രസിച്ചു. കെട്ടുപോയ വിളക്ക് കത്തിക്കാതെ മന്ത്രക്കൂടത്തെ നിവാസികൾ ഉറങ്ങാമെന്ന് തീരുമാനിച്ചു. വൃദ്ധയും മകളും നാലുകെട്ടിനകത്തും കുപ്പശാർ പുറം വരാന്തയിലും കിടപ്പായി. ചിലമ്പിനെത്തെത്തിയ ചന്ദ്രക്കാരൻ സുബോധത്തോടെ അല്ല ഭക്ഷണം കഴിച്ചത്. പനയോല തടുക്കിൽ മഹിഷാസുരനെ പോലെ ഇരുന്ന് വൃത്തിയെ വരുത്തി ചോദ്യം ചെയ്തു. ഏവനടാ ചന്ദ്രക്കാരൻ അറിയാണ്ട് കഴക്കൂട്ടൻ തീണ്ടിത്തുടക്കിയ നീശനാരടാ? വലിയ പടത്തലവൻ എന്ന് മറുപടി കൊടുത്തവൻ്റെ തലയ്ക്ക് തന്നെ ഒന്ന് കൊടുത്തു. അയാളെ ആര് വിളിച്ചു കയറ്റി എന്നായി അടുത്ത ചോദ്യം. ദൂരെ മാറി നിന്ന് ഭൃത്യൻ പറഞ്ഞു കുപ്പശാരാണെന്ന്. എന്നാണോ യോഗേശ്വരൻ ചിലമ്പിനകത്ത് കാലുകുത്തിയത് അന്ന് മുതൽ മാനനഷ്ടവും കാര്യവിഘാതവും സ്വജനനഷ്ടവും ഉണ്ടായിത്തുടങ്ങിയെന്ന് ചന്ദ്രക്കാരൻ മനസ്സിലാക്കി. യോഗേശ്വരനോടുള്ള മമത കൊണ്ടാണ് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. രാജ്യം തന്നെ വലിയ കഷ്ടകാലത്തിൽപ്പെട്ടിരിക്കുന്നു. തന്നെ കുട്ടിക്കുരങ്ങാക്കി ചുടുചോറ് വാരിക്കാൻ നോക്കുന്ന യോഗീശ്വരൻ്റെ ബുദ്ധിയും വൈഭവവും ദുഷ്ടതയും സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. കുറെ കൂടി ബുദ്ധിപരമായി കരുക്കൾ നീക്കേണ്ടിയിരിക്കുന്നു. എന്നാലും തുടങ്ങി വെച്ചത് മുടക്കാൻ വയ്യല്ലോ. അതിനാൽ ചിലമ്പിനേത്ത് വകയും മന്ത്രക്കൂടത്ത് വകയുമായ സകല നിധിയും യോഗീശ്വരന് കാഴ്ചവെച്ച് തന്നെ അപമാനിച്ച മന്ത്രിയെയും മറ്റധികാരവർഗത്തെയും കൊല്ലണം. അല്ലാതെ അച്ഛനോട് ചെയ്ത ദ്രോഹത്തിന് പ്രതിക്രിയ ആകില്ല. പ്രതികാരമൂർത്തിയായ ചന്ദ്രക്കാരൻ ഉടൻ കുപ്പശാരെ താൻ നശിപ്പിച്ച ചാമുണ്ഡി ക്ഷേത്രത്തിനടുത്ത് കൊണ്ടുവരാൻ ഉത്തരവ് കൊടുത്തു. സ്വാമി വന്നിരിക്കുന്നു, അടിയന്തരമായി കാണണമെന്ന് പറയുന്നു എന്നറിയിക്കുമ്പോൾ കുപ്പശാർ വരുമെന്ന് ഭൃത്യരോട് പറഞ്ഞു വിട്ടു. സ്വാമിയെ ചതിക്കുന്നതിന് കുപ്പശാരല്ലേ വഴിയൊരുക്കിയത്? ചന്ദ്രക്കാരൻ ഭൃത്യരെ കാത്ത് വീണുകിടന്ന ചാമുണ്ഡി വിഗ്രഹത്തിൽ കയറിയിരുന്നു. ആ കാഴ്ച കണ്ട് വായു പോലും സ്തംഭിച്ചു. കുപ്പശാരെ വരിഞ്ഞു കെട്ടിക്കൊണ്ടുവന്നു. വൃദ്ധന് ചന്ദ്രക്കാരൻ്റെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലായി. താൻ ബാല്യത്തിൽ തൊഴുതിട്ടുള്ള ദേവിയുടെ ചരണങ്ങളിൽ തൻ്റെ ദേഹിയെ അയാൾ സമർപ്പിച്ചു. കഴക്കൂട്ടത്ത് കുടുംബക്കാരുടെ സമസ്ത അപരാധങ്ങളും തൻ്റെ ജീവദാനം കൊണ്ട് ദേവി പൊറുക്കട്ടെ എന്നയാൾ പ്രാർത്ഥിച്ചു. യജമാനനായ കുട്ടിക്കോന്തിശൻ തന്നെ ഏൽപ്പിച്ച വൃദ്ധയെയും അവരുടെ മകളെയും സംരക്ഷിച്ച് കുലനാശം വരാതെ കാക്കണേ എന്നയാൾ ദേവിയോട് അപേക്ഷിച്ചു. ഹരിപഞ്ചാനനെയും അവിടുത്തെ ഭൃത്യനും തൻ്റെ പുത്രനുമായ ഭൈരവനെയും മനസ്സിൽ നിരൂപിച്ചു. ചന്ദ്രക്കാരനായ ഘോരഘാതകന്റെ കയ്യാൽ മരിക്കേണ്ടി വന്നല്ലോ എന്നൊരു ദുഃഖം മനസ്സിൽ അവശേഷിച്ചു. അതും ഈശ്വര നിശ്ചയം എന്നയാൾ വിചാരിച്ചു. പരിചാരകരെ അകലെ മാറ്റി ചന്ദ്രക്കാരൻ കുപ്പശാരോട് പറഞ്ഞു, കഴക്കൂട്ടത്ത് നിധി എവിടെയാണെന്ന് കാണിച്ചു തരാൻ സ്വാമി കൽപ്പിച്ചിരിക്കുന്നു. കുപ്പശാർ മിണ്ടിയില്ല. പല പ്രാവശ്യം ചോദിച്ചിട്ടും ഫലമുണ്ടായില്ല. കുപ്പശാരെ കൊന്നാൽ വൃദ്ധയുടെ കയ്യിൽ നിന്ന് നിധി വേഗം കരസ്ഥമാക്കാം എന്നയാൾ വിചാരിച്ചു. ഒടിഞ്ഞ് സമീപത്ത് കിടന്നിരുന്ന ചാമുണ്ഡി വിഗ്രഹം പൊക്കിയെടുത്ത് കുപ്പശാരുടെ തലക്കിട്ടടിച്ചു. ജന്മജന്മാന്തരങ്ങളിലേക്കും നിധിയായ പാപത്തെ അയാൾ അങ്ങനെ കരസ്ഥമാക്കി. ദേവി എന്നൊരാർത്തനാദമുയർന്നു. വഞ്ചിക്കപ്പെട്ട പരിചാരകർ ഓടിമറഞ്ഞു. നാലുകെട്ടിൻ്റെ വാതുക്കൽ ആരോ അസമയത്ത് മുട്ടുന്നത് കേട്ട് വൃദ്ധ എഴുന്നേറ്റു. വിളക്ക് കത്തിച്ച് വാതിൽ തുറന്നു. മീനാക്ഷിയും പിന്നാലെ എത്തി. ചോര പുരണ്ട വസ്ത്രത്തോടു കൂടി ചന്ദ്രക്കാരനെ കണ്ട് രണ്ടുപേരും ഭയന്നു. ആ വികൃത സത്വം ചോദിച്ചു, കഴക്കൂട്ടത്തെ നിധി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന്. അത് ചോദിക്കാൻ അയാൾക്കെന്ത് അധികാരം എന്നായി വൃദ്ധ. യോഗീശ്വരൻ്റെ കൽപ്പനയാണ്. കേശവൻകുഞ്ഞിനെ രക്ഷപ്പെടുത്താനാണ്. കൈക്കൂലി കൊടുക്കണം. കേശവൻകുഞ്ഞിനെ രക്ഷിക്കാനെങ്കിൽ സ്വാമി കൽപ്പിച്ചാൽ മുഴുവൻ നിധിയും തരാമെന്നായി വൃദ്ധ. കേശവൻകുഞ്ഞിനെ വിട്ടുകിട്ടുമല്ലോ. അത് കേട്ട് വിശ്വസിച്ച വൃദ്ധ കുപ്പശാരെ വിളിച്ചു. പല പ്രാവശ്യം വിളിച്ചിട്ടും ഉത്തരമുണ്ടായില്ല. നിധി എവിടെ എന്ന് കുപ്പശാർക്കേ അറിയൂ. അതാത് കാലത്ത് ഓരോ ആൾക്കാർ മാത്രമേ അതറിഞ്ഞിരിക്കാവൂ. ചന്ദ്രക്കാരൻ വിഷണ്ണനായി.
അപ്പോഴത് കുഞ്ഞമ്മയോടും പറഞ്ഞിട്ടില്ലേ കിഴവൻ കോന്തിശൻ. സർവ്വതും തുലഞ്ഞു. ചന്ദ്രക്കാരൻ അവിടെ നിന്ന് പാഞ്ഞുപോയി. ചിലമ്പിനെത്തി ചെന്നു. വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. ആരെയും വിളിച്ചിട്ട് കാണുന്നില്ല. എല്ലാവരെയും ഭർസിച്ചു, ശപിച്ചു. പറമ്പിലൊക്കെ തപ്പി. ഭാര്യയെ പോലും കാണാനില്ല. അയാളെ കണ്ടവരെല്ലാം ഓടിയകന്ന് വീടിനുള്ളിൽ കയറി വാതിലടച്ചിരിപ്പായി. ഇനി മറ്റൊരു കാര്യം. കേശവൻകുഞ്ഞിന്റെ കത്ത് യോഗീശ്വരൻ എങ്ങനെ കരസ്ഥമാക്കി എന്ന വൃത്താന്തം. യോഗീശ്വരനെ പറ്റി പുച്ഛിച്ചു പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം തടവറയിൽ പ്രവേശിച്ചത്. മോക്ഷം നൽകാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന ഭാവത്തിൽ പ്രത്യക്ഷനായ യോഗീശ്വരൻ തൻ്റെ അടുത്തിരിക്കാൻ കേശവൻകുഞ്ഞിനോട് ആംഗ്യം കാണിച്ചു. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സിദ്ധന് ഒരു യോഗിയുടെ യാതൊരു ശരീരലക്ഷണവും കേശവൻകുഞ്ഞ് കണ്ടില്ല. സുകുമാര കളയപരൻ, എന്തിനാണ് എന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചത് എന്ന് മൃദുവായ ഭാഷയിൽ യോഗി അന്വേഷിച്ചു. തനിക്ക് സ്വാമിയോട് വലിയ ബഹുമാനം തോന്നുന്നില്ല എന്ന വാസ്തവം കേശവൻകുഞ്ഞ് തുറന്നടിച്ചു പറഞ്ഞു. ഏറ്റവും വശ്യമായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് സംയമധനനായ ശാന്തനായ സന്യാസിയുടെ ഭാവത്തിൽ അടുത്തു ചെന്ന് കേശവൻകുഞ്ഞിന്റെ തോളിൽ തലോടി. അതിനു മുമ്പ് ആ കരസ്പർശം ഏറ്റതുപോലെ തോന്നി അയാൾക്ക്. സ്ഥലവും സന്ദർഭവും നിശ്ചയമില്ല. രൂപം, ചേഷ്ട, സ്വരം എല്ലാം പരിചിതമാണെന്ന തോന്നൽ. മീനാക്ഷിയുമായുള്ള രൂപസാദൃശ്യം. മീനാക്ഷിയുടെ നിർദ്ദേശപ്രകാരം തടവിൽ നിന്ന് മോചിപ്പിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് യോഗി അറിയിച്ചു. കേശവൻകുഞ്ഞ് അത് കേട്ട് തിരിഞ്ഞു നിന്നപ്പോൾ തൻ്റെ പരിപാടി അത്ര എളുപ്പമല്ല എന്ന് യോഗിക്ക് മനസ്സിലായി. പലതും പറഞ്ഞു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. തന്നെ രക്ഷിക്കുന്നതിന് ഇത്ര കഷ്ടപ്പെടുന്നതിൻ്റെ കാര്യമെന്ത്? മീനാക്ഷിക്ക് വേണ്ടി ഈ ത്യാഗം ചെയ്യാൻ അവളുമായി യോഗിക്ക് എന്ത് ബന്ധം? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്വാമി പ്രതീക്ഷിച്ചിരുന്നില്ല. ചന്ദ്രക്കാരനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഉണ്ണിത്താൻ്റെ സൗഹൃദം നേടിയെടുക്കണം എന്ന ലാക്കോടുകൂടിയാണ് സ്വാമി പുറപ്പെട്ടത്. ഉണ്ണിത്താൻ്റെ അനുഭാവം പിടിച്ചു പറ്റണമെങ്കിൽ കേശവൻകുഞ്ഞിനെ ഉപയോഗിക്കണം. രാജഭടന്മാരാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്നതിന് കത്ത് കേശവൻകുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് തരപ്പെടുത്തിയാൽ കാര്യം എളുപ്പമായി. ക്ഷുദ്രപ്രയോഗം തന്നെ നടത്താമെന്ന് തീരുമാനിച്ചൊടുവിൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി കേശവൻകുഞ്ഞ് ഏകാന്തനായി മീനാക്ഷിയെ ധ്യാനിച്ച് കിടക്കുമ്പോൾ മീനാക്ഷിയുടെ സാന്നിധ്യം ഉണ്ടായതുപോലെ തോന്നി അയാൾക്ക്. യോഗിയുടെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ ഫലമാണെന്ന് വിചാരിക്കാൻ അയാൾക്കായില്ല. അയാളുടെ ബോധമനസ്സ് പരീക്ഷീണമായി. യോഗീശ്വരൻ്റെ നിയോഗമനുസരിച്ച് ആവശ്യപ്പെട്ടത് ഓലയിൽ അയാൾ എഴുതി കൊടുത്തു. പിന്നീട് ഉറക്കമുണർന്നപ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നി. ഹരിപഞ്ചാനന്ദൻ കേശവപിള്ളയുടെ മറ്റും കൂട്ടത്തിലാണെന്ന് അയാൾ തീർച്ചയാക്കി. കുപ്പശാരുടെ കൊലപാതക വൃത്താന്തം മകൻ ഭൈരവൻ അറിഞ്ഞെന്തെങ്കിലും പ്രതികാരത്തിന് പുറപ്പെടുമോ എന്ന് പേടിച്ച് അയാളെ കേശവൻകുഞ്ഞിൻ്റെ ജോലിക്കായി യോഗീശ്വരൻ മരുത്വാമലയിലേക്ക് വിട്ടു. പുതിയ കാവൽക്കാരൻ തൻ്റെ അന്തകനാണെന്ന് വിചാരിച്ചു കേശവൻകുഞ്ഞ്. ജീവിതമോഹങ്ങളൊക്കെ നഷ്ടമായി ഏതാനും ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം പതിവ് പോലെ പരിചാരകനായ കാലദൂതനെ കണ്ടില്ല. ഭക്ഷണവും മറ്റും മുടങ്ങി. ഉച്ചവരെ അങ്ങനെ പോയി. ഒന്നും വായിക്കണമെന്ന് പോലും തോന്നിയില്ല. കുറേ നേരം ഗുഹയുടെ വാതിൽക്കൽ പുറത്തേക്ക് നോക്കിയിരുന്നു. പകൽ മുഴുവനും ഭക്ഷണമില്ലാതെ കഴിച്ചു. രാത്രിയായിട്ടും കാവൽക്കാരനെ കണ്ടില്ല. നാമജപത്തോടെ ഉറങ്ങാമെന്ന് വെച്ച് കിടന്നു. ഒരുവിധം നേരം പിടിപ്പിച്ചു. പക്ഷെ കാവൽക്കാരനെ കാണാനില്ല. യോഗീശ്വരനെ നിഷേധിച്ചതിൻ്റെ ശിക്ഷയായിരിക്കാം എന്ന് അയാൾ വിചാരിച്ചു. കുറെ പച്ചവെള്ളം കുടിച്ചു. സന്ധ്യയോടെടുത്ത സമയം കാളരാത്രി സമാഗതമായി എന്ന് അയാൾ പരിഭ്രമിച്ചു. പർവ്വതനിരകൾ കാലദൂതന്മാരാണെന്നും വിരിയുന്ന പുഷ്പങ്ങളുടെ വാസന നരകത്തിൻ്റെ ഗന്ധമെന്നും പറന്നു നടക്കുന്ന പക്ഷികൾ പിണ്ടം തിന്നാൻ കൂടിയിരിക്കുന്ന കാക്കകളാണെന്നും അയാൾക്ക് തോന്നി. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചു. വാവിട്ട് നിലവിളിച്ചു. ബോധം മങ്ങിത്തുടങ്ങി. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിൻ്റെ മരണം കൂടി നടന്നിരിക്കുകയാണ്. ഉമ്മണിപ്പിള്ളയ്ക്ക് ശേഷം ഇപ്പോൾ കുപ്പശാറും മരിച്ചു. ഇനി എങ്ങനെയാണ് നിധി കണ്ടെത്താതെ ചന്ദ്രക്കാരന് വേറെ ഫണ്ടിങ് ഒന്നുമില്ല. വരുന്ന എപ്പിസോഡുകളിൽ ഇതിനുള്ള ഉത്തരവുണ്ട്. അതുവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. ബൈ.